അവര് പറഞ്ഞിരിക്കുവല്ലേ, അവര് പറഞ്ഞിരിക്കുവാണ്, അവര് ഇറക്കിക്കൊണ്ട് വരുമെന്ന് പറഞ്ഞിരിക്കുക. ആവശ്യമില്ലാത്ത വാർത്തകൾ ഉപയോഗിക്കുന്നു. എങ്ങനെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെവിടെ കയറ്റിയത് സ്ഥിരം ജോലി എന്ന് പറഞ്ഞത് 16 രൂപ ശമ്പളം പറഞ്ഞിട്ട് 14 രൂപ ഇവിടെ തന്നോളൂ. നമ്മൾ എന്നിട്ട് ഒരു പിന്നെ അതിനുശേഷം ഇതിനകത്ത് കയറി ഫ്ലോർ മാനേജർമാര്, സൂപ്പർവൈസർ, മാനേജര്, HR അവരെ ഭരണം വരെ നമ്മൾ സ്റ്റാഫുകാരുണ്ട്. സ്റ്റാഫുകൾ പറയുന്ന അനാവശ്യങ്ങൾ വരെ നമ്മൾ കേൾക്കണം. പിന്നെ കൈ എഴുതാൻ പറഞ്ഞത് കൈ കഴുകണം. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുന്നവരാ, പാത്രം കഴുകണം. ഞങ്ങൾ പിന്നെ ആ പാത്രം എവിടെ ആയിരിക്കുന്നവരെ ഞങ്ങൾ കേൾക്കണം. പിന്നെ രണ്ടാമത്തെ രാവിലെ നമ്മൾ ആ ചൂട് കൊണ്ട് 8 മണി വരെ അതൊക്കെ ചെയ്തിട്ടും പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവര് തന്നെ. പിന്നെ തിരിച്ചിടാനില്ല. ഞാൻ വന്നപ്പോ പറയുന്നത്, പക്ഷെ അതിന്റെ രേഖ പേപ്പർ ഒന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങള് ജൂൺ 15 തൊട്ട് ജോലിക്ക് കയറിയത്. അവരെ ബോർഡ് റോഡിലൊക്കെ കൊണ്ടാക്കിയത്. റോഡിൽ കൊണ്ടാക്കി പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ആൾക്കാർ വന്ന് പോകുന്നത്. ഓണ സമയത്തൊക്കെ വലിയ കഷ്ടപ്പാടായിരുന്നു. ഈ ഓണ സീസണില് ഭയങ്കര കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാനാവട്ടെ, ഭക്ഷണം കഴിക്കാനാവട്ടെ, ഞങ്ങൾക്ക് 5 മിനിറ്റിൽ കൂടുതൽ എടുക്കരുതെന്നാ പറയുന്നത്. വെള്ളം കുടിക്കാൻ പോകാൻ ഇറങ്ങാൻ പറ്റത്തില്ല. പിന്നെ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വെച്ച് വെള്ളം കുടിക്കാൻ ഒക്കത്തില്ല. പിന്നെ വേണക്ക് തന്നെ നമ്മൾ ഇറങ്ങുവാണെങ്കിൽ ഒരു 5-10 മിനിറ്റ് നമ്മൾ നിന്ന് എങ്ങനെങ്കിലും നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് കയറണം. നമ്മൾ പോകുന്ന കാര്യം പറയരുത്, ചോദിക്കരുത്. രാവിലെ ഞങ്ങൾ 9 മണിക്ക് ഇതിനകത്ത് വന്നിരുന്ന രാത്രി 12 മണി ഓണത്തിന്റെ പരിപാടി ഷട്ടർ ഇടപെടാം വെളിയിൽ. എന്നിട്ട് താഴെ കൂടെ നമ്മളെ വിടുന്നത് രാത്രി. എന്നിട്ട് പറയുന്നത് വണ്ടി ഇടപാട് ചെയ്തിട്ടുണ്ട്. വണ്ടി ഞങ്ങളെ കൊണ്ടുവന്ന് കയറ്റിയാൽ പെരുവഴിയിൽ ഇറക്കിയിട്ട് പോകും. അതായത് ഡ്രൈവർ വായിരിക്കുന്നവരെ ഞങ്ങൾ കേട്ട്. ആ ഓണ സീസണിൽ ഞങ്ങൾ രാത്രി കൊണ്ടാക്കിയ ഡ്രൈവർ എന്തെല്ലാം ഞങ്ങൾ പറഞ്ഞെന്നറിയാവോ? ആ ഡ്രൈവർ റോഡിൽ ഇറക്കാൻ പറ്റത്തുള്ളൂ, വീട്ടിലൊന്നും കൊണ്ടാക്കാൻ പറ്റത്തില്ല. ഓണത്തിന് വലിയ ബിസിനസിന് വേണ്ടിയിട്ട് വലിയ ബൾക്കായിട്ടുള്ള സെയിലാണ് നടന്നത്. ആ സമയത്തൊക്കെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു. ഞങ്ങൾ അങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു. അവരുടെ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിഞ്ഞു. പരാതി കൊടുത്തു. തിങ്കളാഴ്ച ഇതിന് തീരുമാനം ഉണ്ടാക്കി ഇനി അവിടുത്തെ നിന്ന് ഞങ്ങൾക്ക് അനുകൂലമാവുന്ന ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. കാരണം ഞങ്ങളെ കൂടെ കേട്ടിട്ടില്ല. ഞങ്ങളെ കേട്ടില്ല, അവർക്ക് കേട്ടിട്ട് ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല ഞങ്ങൾക്ക് അനുകൂലമാവുന്ന ഒരു പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും ഇവിടെ ഞങ്ങൾ ഇത്രയും മെനക്കെട്ടല്ലേ, ഞങ്ങൾക്ക് ജോലി വേണം. നിങ്ങളല്ലാതെ വേറെ ഒരുപാട് പേര് ഇതാണ് കൊണ്ടോ ഇവിടെ തിരിച്ചു വിട്ടതോ? ഇതിനകത്ത് നിൽക്കുന്ന മിക്ക ആൾക്കാർക്കും പരാതികളുണ്ട്. എത്ര പേരാണ്? 10-20 പേര് കാണും, അതിൽ കൂടുതലും കാണും. അതേ ഉള്ളു വരുമാനം, വേറൊരു വരുമാനം ഇല്ല. ഇവര് അല്ലെങ്കിൽ പറയാറുന്നല്ലോ, ഞങ്ങൾ ഇന്റർവ്യൂ വരുമ്പോൾ പറയാറുന്നല്ലോ, നിങ്ങൾക്ക് സീസൺ മാത്രം മതി നിങ്ങളാ എന്ന് പറയും. ഞങ്ങൾ ഈ നാണക്കെട്ട പരിപാടിക്ക് വരത്തില്ലായിരുന്നു. ഹോസ്റ്റലിൽ 3-4 ഹോസ്റ്റലിൽ പിള്ളേരുണ്ട്. അവരെ പറഞ്ഞു വിട്ടിട്ട് കൊല്ലത്തുള്ളവര് തന്നെ നമുക്ക് ഞങ്ങളെ കൂടെയുള്ള ഇത് വളർത്തിയെടുത്ത് ഞങ്ങളെ നേർക്കും കണ്ണീര് മാത്രമായി കട. ഇവിടുത്തെ GM-ഉം സാർമാരൊക്കെ പറഞ്ഞു നിങ്ങളെ കടയാണ്, നിങ്ങളെ വീടാണ്, നിങ്ങൾ സ്വന്തം പോലെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോ പഠിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുന്നത്. ഇത്രയും കച്ചവടം ശരിക്കും ഞങ്ങളെ ട്രാൻസ്ഫർ ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ഫർ ചെയ്തതെന്ന് വെച്ചാൽ ഒരു 10 ഇവിടെ കൂടുതൽ ആൾക്കാർക്ക് 10 ദിവസം 15 ദിവസം ലീവ് അടിച്ചു കൊടുത്തു. നിങ്ങൾ ഓണം കഴിഞ്ഞിട്ട് 15 ദിവസം ലീവ് എടുത്തു, അത് കഴിഞ്ഞിട്ട് വന്നാൽ അതിന് കച്ചവടം കുറവായിരിക്കും. ആ ഒരു വാക്ക് വിശ്വസിച്ച് ഞങ്ങൾ ഇവിടെ കുറെ ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു. പോയിട്ട് തിരിച്ചു വന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇനിയിപ്പം നിങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കൊല്ലത്തുള്ള ആൾക്കാർ ജോലിക്ക് എടുത്തിട്ട് തിരുവനന്തപുരത്തെ എടുക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നത്. അതിന്റെ പേരിൽ ഞങ്ങൾ 2 ദിവസം മുമ്പ് ലേബർ ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്ന് അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഇവരെല്ലാം ജോലിക്ക് എടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് വന്നപ്പോൾ ഇവർ എടുത്തില്ല. ഇനി എന്ത് കട കൂട്ടേണ്ടി വന്നാലും ഇവർ ജോലിക്ക് എടുക്കത്തില്ലെന്ന് അവർ പറയുന്നത്.
പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞങ്ങൾ ഇപ്പൊ പ്രതികരിക്കാനായിട്ട് കുറച്ച് പേരെ വന്നു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് പേര് ഇപ്പോൾ ഇനിയും പ്രതികരിക്കാൻ ആൾക്കാർ വരും. പല സ്ഥലങ്ങളിലും വരാനും നാട്ടിൽ പോയ പല ജില്ലകളിൽ നിന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ തിരിച്ചു വരാമെന്ന് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലല്ല, ഞങ്ങൾക്ക് വ്യക്തമായ ഞങ്ങളുടെ ഓഫർ ലെറ്റർ ഉണ്ട്. കൊല്ലത്തെ RK മാളിലേക്ക് ഈ ഷോപ്പ് തുടങ്ങുന്നത്, അതായത് ഞങ്ങൾ വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഗോഡൌൺ തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ്. ഗോഡൌണിൽ അവിടെ കിടന്ന് പണിയെടുത്ത് ഒറ്റ 4-5 ഒരുപാട് മാസങ്ങൾ കൊണ്ട് പണിയെടുത്തിട്ട് ഇവിടെ കൊണ്ട് കയറിയതാണ്. പിന്നെ ഇന്നലെ ഇതിനകത്ത് ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ എന്റെ കൂടെ ഇന്നലെ ഒരു കുട്ടി ഇതിനകത്ത് മുകളിൽ കയറി ഒരു ജോലി ഗോഡൌണിൽ ഒരു ലാഡറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ആ കൊച്ചു മേളിൽ കയറി നിർത്തുമ്പോൾ ഞാൻ അവിടുത്തെ ഫ്ലോർ മാനേജറായിട്ട് വർക്ക് ചെയ്തത്. ഞാൻ ആ കുട്ടിയെ വഴക്ക് പറഞ്ഞ് താഴെ ഇറക്കി. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ആ കൊച്ചു താഴെ ഇറക്കുകയോ ചെയ്തത്. അങ്ങനെ ആ കൊച്ചിനെ ഇന്നലെ ഇവിടെ വിളിച്ചു വരുത്തിട്ട് നിന്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം വീഡിയോയിൽ വന്നിട്ടുണ്ട്, നീ പുറത്ത് നിനക്ക് ഇറങ്ങാൻ പറ്റുമോ അങ്ങനെ നിനക്ക് എന്ന് പറഞ്ഞത് 9-10 മണിക്ക് വിളിച്ച് കയറ്റിയ കൊച്ചിനെ ഉച്ചയ്ക്ക് 2 മണി വരെ ഗോഡൌണിലും അവിടെ എല്ലാം കൊണ്ട് നടന്ന് ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്ത് മാനസികമായിട്ട് പ്രഷർ നൽകി എനിക്കെതിരെ പറയാൻ പറഞ്ഞു. ആ കൊച്ചു ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ സത്യസന്ധമായിട്ട് ഇന്ന് നിന്നിട്ടുള്ളൂ. ആ കുട്ടി ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. ആ കുട്ടി ഇപ്പം പറഞ്ഞാൽ ഇറങ്ങി വരാൻ തയ്യാറായിട്ട് ഞാൻ മീഡിയയുടെ മുമ്പ് എന്നിട്ട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യും, രാഹുലാണ് ഇതെല്ലാം നിന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്നെ കൊടുക്കണം, എന്റെ ഫാമിലിയെ കൊടുക്കണം, എന്റെ ഫാമിലിയെ നശിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിന് ഞങ്ങളുടെ ഗതിയോട് കൊണ്ട് വന്നു പോയത് ഇവിടെ. അപ്പൊ ആ കുട്ടി അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഇത്രയും മാനസികമായിട്ട് സമ്മർദ്ദം സഹിക്കാൻ മേലെ ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് പുറത്ത് വീട്ടിലോട്ട് പോയിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, സാറേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, സാറേ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി പ്രഷറാണ് ഞങ്ങൾക്ക് ഇവിടെ തരുന്നത്, സാറിന്റെ പേര് കേസ് കൊടുക്കണം, സാറിന്റെ പേര് വനിതാ സെല്ലി കേസ് കൊടുക്കണം, സാറിനെ കൊടുക്കണം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാനേജേഴ്സ് ഉൾപ്പെടെ ഭയങ്കര പ്രഷറാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഞാനിത് അവർക്ക് പിന്നെ ഏറ്റവും അവസാനം എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കയറിയാന്ന് മാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ കൊച്ചു പറയുകയും ചെയ്തു, ഇനി എവിടെ വന്ന് വേണമെങ്കിൽ 6 മുമ്പ് വേണമെങ്കിൽ ഞാൻ സത്യം പറയാം, ഇവിടെ ലാഡറോ മറ്റു കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് എന്റെ മേളിൽ കയറിയായിട്ട് വന്നതെന്ന് ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവര് പറയുന്ന ഓണം കഴിഞ്ഞിട്ട് നിങ്ങളെ നമുക്ക് എത്ര ആൾക്കാരെ ഇവിടെ ആവശ്യമില്ല, ടീമിനെ കുറക്കണം, ഇത്ര ആൾക്കാരെ സ്റ്റാഫിനെ ആവശ്യമില്ലെന്ന് പറഞ്ഞ പുറത്താക്കിയിരിക്കുന്നത്. കാര്യം നമ്മൾ ലോക്കൽ സ്റ്റാഫിനെ നമ്മളെ കൊല്ലത്തുണ്ടായിരുന്ന ലോക്കൽ സ്റ്റാഫിനെ എടുത്തിട്ട് ഇവരെ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിരുവനന്തപുരത്തേക്ക് എടുത്തത്. സാധാരണ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കുടുംബമായിട്ട് മറ്റു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറും പിന്നെ 15 ദിവസം 20 ദിവസം ലീവ് എന്റെ അടുത്ത് പറഞ്ഞ എനിക്ക് ആദ്യമേ എന്റെ സെക്ഷനിലുണ്ടായിരുന്ന കുറച്ച് 15 പേരെ പറഞ്ഞു പോകണമെന്ന് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മാനേജറായിട്ട് വർക്ക് ചെയ്യായിരുന്നു ആ ഫ്ലോറിൽ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവരുടെ ഓരോരുത്തരുടെ കാര്യങ്ങൾ എനിക്ക് വ്യക്തം. ഞങ്ങളൊരു ഫാമിലി, ഒരു കുടുംബം പോലെ ഞങ്ങൾ അവിടെ കഴിഞ്ഞാൽ ഞാൻ എന്റെ കൂടെ ജോലി ചെയ്ത 32 സ്റ്റാഫുണ്ട്. ആ 32 സ്റ്റാഫിനെ അടുത്ത് പറയാൻ ഞാൻ ആ ഫ്ലോറിൽ എങ്ങനെയായിരുന്നു എന്ന് എല്ലാം വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവിടെ മറ്റു മാനേജർമാരോ മറ്റു കാര്യങ്ങൾ നടക്കാൻ പറ്റാത്തതോട് ഇവർ എന്നെ ഒഴിവാക്കുകയാണ് ചെയ്തത്. എന്നെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് 15 പേരെ ഒഴിവാക്കാൻ വേണ്ടി സിമ്പിൾ ആണ് അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. എന്റെ വൈഫിന് ഇതാണ് സിസേറിയൻ കഴിഞ്ഞ് കിടക്കുകയാണ്, 2 മാസമേ ആയിട്ടുള്ളൂ. എനിക്ക് 1 മാസം സമയം ഞാൻ അത് കഴിഞ്ഞിട്ട് എങ്ങോട്ടാന്ന് വെച്ചാൽ പൊക്കോളാന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് പോലും അവർ കേട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞിട്ട് ട്രാൻസ്ഫർ ലെറ്റർ അടിച്ചു തന്നിട്ട് ഇവിടത്തേക്ക് പറഞ്ഞത് പോയേ പറ്റത്തോളം. ഇല്ല നീ പോയേ പറ്റത്തോളം, ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയ ഫണ്ടില്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അവരെന്തൊക്കെ വേറെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ഒരു HOD എന്ന് പറഞ്ഞൊരു സ്ത്രീ ഉണ്ട്.